ഡോക്ടർ അറിയാം, അമ്മയ്ക്കൊക്കെ അറിയുന്ന ഡോക്ടറാണ്. അപ്പം എനിക്കൊരു പേടിയുണ്ട് അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്. എനിക്കാകെ വയ്യാണ്ടിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വൊമിറ്റിംഗ് ഉണ്ട്, എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. എന്ത് ഡ്രാമ എന്നാണ് പറയുന്നത്? എനിക്ക് വയ്യാണ്ടിരിക്കാൻ ഞാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വീട്ടിൽ പോയിട്ട് എനിക്ക് അമ്മയെ കണ്ടിട്ട് കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല. ഇന്നുകൊണ്ട് ലോകം അവസാനിക്കാൻ പോകല്ലോ. എനിക്കൊരിത്തിരി സമയം പിന്നെ ഞാൻ ചോദിച്ചപ്പോ മാത്രം വിളിക്കാൻ വയ്യാതിരിക്കാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത്. എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല മര്യാദക്ക്. എന്താ പറയാ, സ്മെല്ലൊന്നും എനിക്ക് അത്രയ്ക്ക് പിടിക്കുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ആരോടും പറയാനും പറ്റുന്നില്ല. കുറേ പേരെ കണ്ടിട്ടുണ്ടാവും. എനിക്ക് എന്റെ കാര്യം മാത്രമേ എനിക്ക് ആദ്യത്തെ മാസം അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ഇതിനാണ് ഇങ്ങനൊരു മാറ്റം വരുന്നത്. ഇത് ആരുടെ പ്ലാനാണ്? എന്റെ പ്ലാനാണോ? ആർക്കാണ് കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞോണ്ടിരുന്നേ? ഞാനാണോ? പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ലാസ്റ്റ് മൊമെന്റിൽ ഇങ്ങനെ മാറുന്നത്? നിങ്ങൾ എന്തിനാണ് എന്തെങ്കിലും കൊല്ല ചെയ്യുന്നത്? ഇങ്ങനെ എന്തിനാണ് ഈ കൊല്ലുന്ന കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത്? നിങ്ങൾക്കല്ലേ ഇതിന് വേണം എന്ന് പറഞ്ഞോണ്ടിരുന്നത്? എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ആരുടെ സഹായം ഇല്ലാതെ, ഒരു മനുഷ്യന്റെ സഹായം ഇല്ലാതെ ചെയ്തു തരുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്കറിയാം, എനിക്ക് ഒരുപാട് മാറി. ഇങ്ങനൊന്നും ആയിരുന്നില്ല. ഇത് വേണമെന്ന് വാശി പിടിച്ചതാരാ? ഞാനാണ്. വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കത് വേണം എന്നും പറയട്ടെ. നിങ്ങളുടെ പ്ലാനിങ് തന്നെയല്ലേ, എൻ്റെ അല്ലല്ലോ. ഹലോ ഗൈസ്, നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ശബ്ദരേഖയാണ് നമ്മൾ കേട്ടത്. അതായത് പുള്ളിക്കാരൻ്റെ ഏതൊരു അവിഹിതക്കാരി അവർ ഗർഭിണിയാകുന്നു, അവസാനം അത് എന്താ പറയുക, എന്തോ ചെയ്ത് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും ഈ ഒരു സൗണ്ട് കേട്ടിട്ട് അതൊരു AI ക്രിയേറ്റ് ചെയ്താണെന്ന് തോന്നുന്നില്ല. എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ അറിയില്ല. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരട്ടെ. ഇവിടെ നമുക്ക് ഈ ഒരു പുള്ളിക്കാരനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല, കാരണം അവരവരുടെ സമ്മതത്തോടു കൂടി ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ അയാളെ മാത്രം പറയാൻ പറ്റില്ല. ഇതിന് സമ്മതിച്ച ആ പെണ്ണിൻ്റെയും മുഖം പുറത്ത് വരട്ടെ.